അനന്തു, അനന്തു, എന്തുപറ്റി? വണ്ടിക്ക് എനി കംപ്ലൈന്റ്? നിക്കണ നിപ്പ് കണ്ടില്ലേ? ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. എന്താ ഒരു വിചിത്ര ജീവിയെ കാണുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ കുറച്ച് കഴിച്ചു. കുറച്ച് കഴിച്ചെന്ന് മനസ്സിലായി. സോറി, കുറെ കഷ്ടപ്പെട്ടു അല്ലേ? കയ്യിലെ കാശ് കൊടുത്ത് ക്ലീൻ ചെയ്ത് സുന്ദരിയാക്കിയ വണ്ടിയാ. വാളൊരൊടുക്കത്തെ വാളാട്ടോ. കുറെ വാള് നമ്മൾ എടുത്തിട്ടുണ്ട്. അമ്പലത്തിലെ വെടിപൊട്ടനെ കേട്ടപ്പോഴാ സമയം മനസ്സിലായേ. പിന്നെ ഒന്ന് നടന്നു വർത്താൻ കിടന്നതാ, മയങ്ങിപ്പോയി. എനിക്കങ്ങനെ സംഭവിക്കാറില്ല. അപ്പൊ ഇതൊരു ശീല അല്ലേ? അപ്പോ ഞാൻ ചലിക്കട്ടെ? ഒരു മിനിറ്റ്. ആ. ഇത് വെച്ചോ. കണക്കെല്ലാം പറയാം. വൈകിട്ട് 5 മണിക്ക് എനിക്ക് സിറ്റി വരെ പോണം. വരൂല്ലോ അല്ലേ? വരാ. ഇന്നും വാളെടുക്കേണ്ടി വരുമോ? എനിക്ക് വലിയൊരു ചങ്ങല കൊണ്ടുവരാ. കാറ്ററിംഗ് കഴിഞ്ഞ് വണ്ടി ക്ലീൻ ആക്കിയിട്ടുണ്ടായില്ലടാ. ആദ്യം ഒന്ന് ചൂടായെങ്കിലും ഗതികേട് കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴേ വണ്ടി പിന്നെയും പണി പറ്റിച്ചു. നമ്പർ കൊടുക്കുമ്പോൾ അവരൊരിക്കലും വിളിക്കുമെന്ന് വിചാരിച്ചില്ല. ശ്രീധരേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് വിളി വന്നത്. ചെന്നപ്പം മാഡം നല്ല ഫിറ്റായിരുന്നു. കാശ് കിട്ടാണ്ട് നമുക്ക് പോരാൻ പറ്റുമോ? കുറച്ച് കൊതുകടിയും മഞ്ഞും കൊണ്ട് കിടന്നാലെന്താ? രൂപ 2000 അല്ലടാ പോക്കറ്റ് വന്നേ. ഉള്ളവന്റെ കഴപ്പാണടേ, ഇല്ലാത്തവന്റെ പിഴപ്പ്. കുഴപ്പമില്ല, ആള് കമ്പനിയാടാ. അപ്പൊ അതാണല്ലേ ഇന്നത്തെ ചെലവിന്റെ കാര്യം. അത് പറ. കളിയാക്കിയത് മതിയായിരുന്നു. അന്നത്തെ പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. ആ, അതിന്റെ ഐശ്വര്യം മുഖത്ത് അറിയാനുണ്ട്. നല്ല ആളുകൾ കൂടുമ്പോ അതങ്ങനെയാ. കുറച്ച് തിരക്കുണ്ട്. എന്നാ വണ്ടി വിട്ട മാഷെ. അങ്ങനെ അങ്ങ് വിട്ടുപോയാ വണ്ടി ഓടാൻ, ഡീസൽ അടിക്കാൻ. ഈ 24 മണിക്കൂർ നെട്ടോടെ ഓടി കിട്ടുന്ന പണം ഏത് ബാങ്കിലാ ഡെപ്പോസിറ്റ് ചെയ്യുന്നേ? ഇതുപോലൊരു പിശുക്കനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മോ, പ്രാരാബ്ധക്കാരനാ. ജീവിച്ചു പോക്കോട്ടെ. ഇന്നെന്തായാലും എന്റെ പണമില്ല. കണവ് എഴുതിക്കോ. ആ പഴയ ഫോണിൽ തൊട്ടാ അസുഖം വരും. നരച്ചു കൂറയായ ഇത്ര ഷർട്ടിന് എന്റെ കൂടെ വന്നാ വലിച്ചു കീർ കളയും ഞാൻ. താങ്ക് യു. വിളിച്ചാ മതി. അനന്തോ,